back to our YouTube channel. ഞാൻ മറീന പെരജി. This is Eureka Crash Course Academy. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് കരുതുന്നു. അപ്പോൾ എന്താ നമ്മുടെ എക്സാംസ് വരികയാണ്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ഓക്കെ നമ്മളെന്താണ് നമ്മുടെ സ്റ്റഡീസിലേക്ക് തന്നെ വന്നു. കാരണം എക്സാമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. പുതിയൊരു വർഷം വരുവാണ്. നമുക്കറിയാം ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. നമ്മുടെ NTPCയും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി അതുപോലെ തന്നെ നമ്മുടെ CGLും CHSലും എല്ലാ എക്സാംസും വരുന്നുണ്ട്. സോ നമ്മൾ ഉറപ്പല്ല പഠിക്കുക തന്നെ വേണം. ഓക്കെ അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ 6ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ 1-2 ക്ലാസ്സോട് കൂടി നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യും പ്രീവിയസ് ഇയറിൻ്റെ. ഇനി അതേ നമ്മൾ പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്ത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സീരീസ് തുടങ്ങും. അത് NTPCക്കും SSCക്കും എല്ലാത്തിനും യൂസ്ഫുള്ളാണ്. ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയെ കുറിച്ചും നിങ്ങൾ എല്ലാവരോടും അറിയിക്കണം. ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, The group of monuments at Mahabalipuram in തമിഴ്നാട് വാസ് ബിൽറ്റ് ബൈ. ഞാൻ പറഞ്ഞു മഹാബലിപുരം ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ആരായിരുന്നു ക്ലാസ് ഞാൻ മിഡീവലിൻ്റെ ക്ലാസ് ഞാൻ പറഞ്ഞായിരുന്നു. ആരായിരുന്നു? ദ പല്ലവാസ് ആണ്. ഓക്കെ അപ്പോൾ ഫൗണ്ടർ ഓഫ് പല്ലവ ഡൈനാസ്റ്റി ആരാണ് പറഞ്ഞേ? സിംഹവിഷ്ണു വാസ് ദ ഫൗണ്ടർ ഓഫ് പല്ലവ ഡൈനാസ്റ്റി. ഓക്കെ ദ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് അറ്റ് മഹാബലിപുരം. ഇനി മേ ബി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് എവിടെയാണ്? മഹാബലിപുരം ഇൻ തമിഴ്നാട്. ഓക്കെ അത് ആരാ ബിൽഡ് ചെയ്തത്? പല്ലവാസാണ്. പല്ലവാസിന്റെ ഫൗണ്ടർ, പല്ലവ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ സിംഹവിഷ്ണു ആണ്. ഓക്കെ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് വൺ, വാട്ട് ഡസ് ദ ടേം യജുർ ഇൻ യജുർവേദ? യജുർവേദ നമുക്കറിയാം എത്ര വേദാസ് ഉണ്ട്? 4 വേദാസ് ഉണ്ട്. ഓക്കെ 4 വേദാസ് ആണ്. ഏതൊക്കെയാണ്? ഋഗ്വേദ, യജുർവേദ, അഥർവവേദ ആൻഡ് സാമവേദ. ഓക്കെ 4 വേദാസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഋഗ്വേദ, യജുർവേദ, അഥർവവേദ ആൻഡ് സാമവേദ. ഈ യജുർവേദാസിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇൻസ്ട്രക്ഷൻ ഫോർ റിലീജിയസ് റിച്വൽസിൻ്റെ ഇൻസ്ട്രക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് യജുർവേദയ്ക്കകത്ത് പറയുന്നത്. സാക്രിഫൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? വാട്ട് ഡസ് ദ ടേം യജുർ ഇൻ യജുർവേദ? യജുർവേദയ്ക്കകത്ത് യജുർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്രിഫൈസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ യജുർ എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, which of the following articles of the Constitution of India defines the right to education? Right to education നമ്മുടെ ആർട്ടിക്കിൾസ് അമെൻമെന്റ്സിന്റെ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് അമെൻമെന്റ്സിന്റെ ക്ലാസ്സിനകത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ അപ്പോൾ ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A എന്താണ്? ഫ്രീ ആൻഡ് കമ്പൽസറി 6 to 14 ഇയേഴ്സ് വരെ ചിൽഡ്രൻസിന് എന്താണ്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. ഓക്കെ അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 21A ആണ്. ഓക്കെ നെക്സ്റ്റ് വൺ, ദ നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ ഈസ് ആൻ അഡാപ്റ്റേഷൻ ഓഫ് ദ ലയൺ ക്യാപിറ്റൽ ബിൽറ്റ് ബൈ വിച്ച് എംപറർ? ഓക്കെ കഴിഞ്ഞ ഷിഫ്റ്റിന് നമ്മൾ കണ്ടു നാഷണൽ എംബ്ലത്തെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. ഈ ഷിഫ്റ്റിനകത്ത് എന്താണ്? അതിൻ്റെ വേറൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ. ദ നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ ഈസ് ആൻ അഡാപ്റ്റേഷൻ ഓഫ് ലയൺ ക്യാപിറ്റൽ ബിൽറ്റ് ബൈ ഏത് എംപററിൻ്റെയാണ്? അശോകയുടെയാണ്. ഓക്കെ നമുക്കറിയാം അശോക അറ്റ് സർനാഥ്. ഓക്കെ അശോക അറ്റ് സർനാഥ്. നമുക്കറിയാം നമ്മുടെ നാഷണൽ എംബ്ലത്തിനകത്തെ മോട്ടോ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിനകത്ത് അതായിരുന്നു മോട്ടോ ആയിട്ടുള്ള സത്യമേവ ചെയ്ത് ഏത് ഉപനിഷത്തിൽ നിന്നായിരുന്നു എടുത്തത്? ഏതായിരുന്നു ഉപനിഷത്ത്? മുണ്ടക ഉപനിഷത്ത്. ഓക്കെ മുണ്ടക ഉപനിഷത്തിൽ നിന്നായിരുന്നു സത്യമേവ ചെയ്ത് എടുത്തത്. അതുപോലെ അത് എന്നായിരുന്നു നമ്മുടെ നാഷണൽ എംബ്ലം അഡോപ്റ്റ് ചെയ്തത്? 26 ജാനുവരി 1950 ആണ് നമ്മുടെ നാഷണൽ എംബ്ലം അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ? വാട്ടർ പ്യൂരിഫിക്കേഷനകത്ത് ഇതിനകത്ത് ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക? ഏതാണ്? റിവേഴ്സ് ഓസ്മോസ്. റിവേഴ്സ് ഓസ്മോസ് എന്താണ്? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി, ഓക്കെ, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യും? അൺവാണ്ടഡ് സബ്സ്റ്റൻസിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കളയും. ഓക്കെ, റിവേഴ്സ് ഓസ്മോസിന് നല്ല പ്രഷർ കൊടുക്കുമ്പോൾ എന്താണ്? ഈ സെമി പെർമിയബിൾ മെംബ്രെയിനകത്തും കൂടെ അൺവാണ്ടഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞ് നമ്മുടെ വാട്ടർ പ്യൂരിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? റിവേഴ്സ് ഓസ്മോസിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാതെ നമുക്കറിയാം ആൻഡ്രോയിഡ്, യൂണിക്സ്, വിൻഡോസ് ഇതെല്ലാം എന്താണ്? ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പക്ഷേ സ്കാല എന്താണ്? സ്കാല ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, സ്കാല ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസസ് ഓൺലി കോൺവെക്സ് ലെൻസ്? ഏതാണ്? മൈക്രോസ്കോപ്പിനകത്ത് നമ്മൾ എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കോൺവെക്സ് ലെൻസ് എന്തിന് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നു? എന്താണ്? ഹൈപ്പർമെട്രോപ്പിയ, ലോങ് സൈറ്റിനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കോൺവെക്സ് ആണ്. അതുപോലെ കോൺകേവ് എന്തായിരുന്നു? ഷോർട്ട് സൈറ്റ്, മയോപ്പിയയ്ക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്ന ഏതിനാണ്? മൈക്രോസ്കോപ്പിനകത്താണ് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫിസിക്സിൻ്റെ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, what is the minimum age requirement for a person to be elected as the president of India? നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിനകത്ത് നമ്മൾ എന്തൊക്കെയായിരുന്നു കണ്ടു? ലോകസഭയുടെ കാര്യങ്ങൾ കണ്ടു, പ്രൈം മിനിസ്റ്ററിൻ്റെ ചോദിച്ചു, അതുപോലെ രാജ്യസഭയുടെയും ചോദ്യങ്ങൾ വന്നിരുന്നു. ഓക്കെ, ഈ ഷിഫ്റ്റിനകത്ത് എന്താണ്? പ്രസിഡന്റിന് മിനിമം ഏജ് ആണ്. പ്രസിഡന്റിന് മിനിമം ഏജ് ആണ് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 35 years ആണ്. അതിനൊരു ആർട്ടിക്കിൾ ഉണ്ട്. എന്താണ്? ആർട്ടിക്കിൾ 58. ആർട്ടിക്കിൾ 58 എന്താണ് പറയുന്നത്? ഏതൊരു no person shall be eligible for the election as the president unless he is a citizen of India and he has completed the age of 35 years. 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 58 എന്താണ് പറയുന്നത്? പ്രസിഡൻ്റായിട്ട് ഇലക്ട് ചെയ്യാനുള്ള മിനിമം ഏജ് എത്രയാണ്? 35 years ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ജാലിയൻവാല ബാഗ് മസാക്കർ. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഡേറ്റ് ആണ്. എന്നാണ് അത് നടന്നത്? ജാലിയൻവാല മസാക്കർ നടന്നതെന്നാണ് 1919, 13th April 1919 ആണ് ജാലിയൻവാല മസാക്കർ നടന്നത്. ഇവിടെ അമൃത്സർ, പഞ്ചാബ്. ഓക്കെ, ജാലിയൻവാല ബാഗ് മസാക്കർ നടന്നത് 13th April 1919 ആണ്. ഓക്കെ, ഇയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞിരുന്നത് പഠിക്കണമെന്ന് കേട്ടോ. അപ്പോൾ ജാലിയൻവാല ബാഗ് മസാക്കറിൻ്റെ കാരണം ഈ ഇൻസിഡൻറ്റ് ഷോക്കായിട്ട് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ നൈറ്റ്ഹുഡ് പദവി എന്ത് ചെയ്തു? അദ്ദേഹം വേണ്ടാന്ന് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫ്രം ദ യൂണിയൻ ടെറിട്ടറീസ് ഇൻ ദ ലോകസഭ? ഓക്കെ, എത്ര മെമ്പേഴ്സാണ് ടെറിട്ടറീസ് ലോകസഭയിലേക്ക്? നമുക്കറിയാം, നമ്മൾ ലോകസഭയിലേക്ക് ടോട്ടൽ എത്രയാണ്? ലോകസഭയിലേക്ക് ടോട്ടൽ മെമ്പേഴ്സിനെ അഡോപ്റ്റ് എത്രയാണ്? 550 ആണ്. ഓക്കെ, ടോട്ടൽ മാക്സിമം മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം പെർമിറ്റഡ് ലെങ്ത് ഓഫ് ലോകസഭ 550 ആണ്. അതിനകത്ത് ഈ 530 + 20. ഓക്കെ, ഈ 530 ഏതൊക്കെയാണ്? കോൺസ്റ്റിറ്റുവൻസീസും സ്റ്റേറ്റ്സിനകത്തു നിന്നുള്ള 530 മെമ്പേഴ്സും, അതുപോലെ തന്നെ ഈ 20 പേര് എവിടെ നിന്നാണ്? യൂണിയൻ ടെറിട്ടറീസ് എന്നാണ്. ഓക്കെ, യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് 20 പേരും ബാക്കി 530 പേര് കോൺസ്റ്റിറ്റ്യുവൻസീസും സ്റ്റേറ്റ്സിനകത്തു നിന്നുമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം എത്ര പേരെയാണ്? 20 പേരെയാണ് ലോകസഭയിലേക്ക് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൂ സെഡ് ഗീവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗീവ് യു ഫ്രീഡം? ആരാത് പറഞ്ഞ നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് ആണ്. അദ്ദേഹം 1944 ബർമയിലെ ഒരു സ്പീച്ചിൽ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ സോൾജിയേഴ്സിന് വേണ്ടിയുള്ളൊരു സ്പീച്ചിനകത്ത് പറയുന്നതാണ് ഗീവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗീവ് യു ഫ്രീഡം. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സെക്രീറ്റഡ് ബൈ സ്റ്റൊമക് ആസ് എ കമ്പോണന്റ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്? ഓക്കെ, നമുക്ക് ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്?
പൊട്ടാസ്യം ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ്, ഇതൊക്കെയാണ് ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ കമ്പോണൻറ്റ്സ്. പക്ഷേ സൾഫ്യൂരിക് ആസിഡ് കമ്പോണന്റ്, നമ്മുടെ വയറ്റിനകത്തൊക്കെ സൾഫ്യൂരിക് ആസിഡ് സെക്രീറ്റ് ചെയ്താലത്തെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. അപ്പോൾ നമുക്കിത് ഓപ്ഷൻ കാണുമ്പോഴേ മനസ്സിലാവും. അപ്പം ഇതിനകത്ത് ഏതാണ് സെക്രീറ്റ് ചെയ്യാത്തത്? സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ. Next one, in data processing, what does the abbreviation SAP stands for? SAP എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റംസ് ആപ്ലിക്കേഷൻസ് പ്രോഡക്റ്റ്. എന്താണ്? സിസ്റ്റംസ് ആപ്ലിക്കേഷൻ പ്രോഡക്റ്റ്. ഞാൻ പറഞ്ഞു എല്ലാ ഷിഫ്റ്റിനകത്തും 1-2 ഫുൾ ഫോമുകൾ ചോദിക്കുന്നുണ്ട് റിപ്പീറ്റ് ആയിട്ട്. കമ്പ്യൂട്ടറിനകത്തൊന്നും ചോദിക്കുന്നുണ്ട്, അല്ലാതെ മെയിനായിട്ടുള്ള പുറത്തുനിന്നുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം സാപ്പിൻ്റെ ഫുൾ ഫോം എന്താണ്? സിസ്റ്റം ആപ്ലിക്കേഷൻ പ്രോഡക്റ്റ്. ഇതെന്താണ്? ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ സാപ്പ്. ഓക്കെ. Next one, the endangered Asiatic lions are found in which Indian state? നമ്മുടെ നാഷണൽ പാർക്കിന്റെ ക്ലാസ് കാണാൻ നിങ്ങൾക്ക് ഇത് ഷുവർ ആയിട്ട് നിങ്ങൾ ഇതിന്റെ ആൻസർ പറയും. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ നാഷണൽ പാർക്കിന്റെ കാര്യങ്ങളും ഇമ്പോർട്ടൻസും പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഏഷ്യാറ്റിക് ലയൺസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഗുജറാത്ത്. ഗുജറാത്തിലെ എവിടെയാണ്? ഗിർ ഫോറസ്റ്റ്. ഓക്കെ. ഗിർ ഫോറസ്റ്റ്. ഗിർ ഫോറസ്റ്റ് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ. ദ എൻഡേഞ്ചേർഡ് ഏഷ്യാറ്റിക് ഫോറസ്റ്റ് ലയൺസ് ആർ ഫൗണ്ട് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഗുജറാത്ത്. ഗുജറാത്തിലെ ഏത് നാഷണൽ പാർക്കിലാണ്? ഗിർ ഫോറസ്റ്റിലാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ UN വേൾഡ് എൻവയോൺമെന്റ് ഡേ. ദ UN വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നാണ് നമുക്കറിയാം. ജൂൺ 5 ആണ് ലോക പരിസ്ഥിതി ദിനം, അല്ലേ? ജൂൺ 5 എന്നാണ് ലോക പരിസ്ഥിതി ദിനമാണ്. ഓക്കെ. ദ UN വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നാണ് ജൂൺ 5 ആണ്. ഈ വട്ടത്തെ തീം എന്താണ്? 2021 തീം എന്തായിരുന്നു? ecosystem restoration. ഓക്കെ. തീം ഓഫ് 2021 വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്താണ്? എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ ആണ്. കാരണം തീംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുക. അതുപോലെ തന്നെ ഹോസ്റ്റ് ചെയ്ത ഏത് കൺട്രിയാണ്? ഹോസ്റ്റഡ് ബൈ പാകിസ്ഥാൻ. പാകിസ്ഥാനിലാണ് ഹോസ്റ്റ് ചെയ്തത്. ഓക്കെ. 2021 വേൾഡ് എൻവയോൺമെന്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 5th ജൂൺ ആണ്. അതുപോലെ ഈ വട്ടത്തെ തീം എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ ആണ്. ഹോസ്റ്റ് ചെയ്ത കൺട്രി പാകിസ്ഥാനാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് pH ഓഫ് ഹ്യൂമൻ ബ്ലഡ്? pH വാല്യൂ ഒക്കെ പഠിക്കണം കേട്ടോ. നമുക്കറിയാം pH വാല്യൂ എവിടെ തൊട്ടാണ് റേഞ്ച് ചെയ്യുന്നത്? 0 to 14 ആണ്. അതിനകത്ത് 7 എന്താണ്? 7 ന്യൂട്രൽ ആണ്. ഓക്കെ. ന്യൂട്രൽ സ്റ്റേറ്റ്. നമ്മുടെ പ്യുവർ വാട്ടർ എന്താണ്? ന്യൂട്രൽ ആണ്. ഓക്കെ. 0 to 7 എന്താണ്? 0 to 7 അസിഡിക് ആണ്. ഓക്കെ. 7 to 14 എന്താണ്? ബേസിക് ക്യാരക്ടർ ആണ്. ഓക്കെ. 0 to 7 അസിഡിക്കും 7 to 14 ബേസിക്കും ആണ്. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് pH ഓഫ് ഹ്യൂമൻ ബ്ലഡ്? നമുക്കറിയാം ഹ്യൂമൻ ബ്ലഡിന്റെ റേഞ്ച് 7.35 to 7.45 ആണ്. സ്ലൈറ്റ്ലി എന്താണ്? ബേസിക് ആണ് നമ്മുടെ ഹ്യൂമൻ ബ്ലഡ്. അപ്പോൾ എത്രയാണ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഹ്യൂമൻ ബ്ലഡ്? 7.4 ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, UNFCCC എന്താണ്? UNFCCC യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് UNFCCC. ഓക്കെ. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ബോൺ, ജർമ്മനി. ഓക്കെ. ബോൺ, ജർമ്മനിയാണ് ഹെഡ് ക്വാർട്ടർ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഹൂ ഇൻവെന്റഡ് ദ വേൾഡ് വൈഡ് വെബ് ഇൻ 1989? WWW. ഇനി WWWന്റെ ഫുൾ ഫോം എന്താണ്? വേൾഡ് വൈഡ് വെബ്. ഓക്കെ. അപ്പോൾ ഈ വേൾഡ് വൈഡ് വെബ് ആരാണ് കണ്ടുപിടിച്ചത്? ടിം ബെർണസ്-ലീ ആണ്. ടിം ബെർണസ്-ലീ. ഓക്കെ. നെക്സ്റ്റ് വൺ, which sports person autobiography was published with the title Playing It My Way? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Playing It My Way ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? സച്ചിൻ തെണ്ടുൽക്കർ. സച്ചിൻ തെണ്ടുൽക്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് Playing It My Way. നെക്സ്റ്റ് വൺ, which of the following is used as a computer to translate procedure oriented language program into machine language program? റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിനകത്തെ ക്വസ്റ്റ്യൻ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് പറഞ്ഞതിനകത്ത് ഒരു ഷിഫ്റ്റിനകത്ത് ഈ ക്വസ്റ്റ്യൻ സെയിം ചോദിച്ചിരുന്നു. ഓക്കെ. സെയിം കണ്ടോ? അടുത്ത ഷിഫ്റ്റിനകത്തും വന്നേക്കുന്നു. ഏതാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന? പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് ആരാണ് മാറ്റുന്നത്? കമ്പൈലറാണ് മാറ്റുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ,
Integrated circuits belong to which of the following generation of computer? നമുക്കറിയാം 5 ഇപ്പം ടോട്ടൽ 5 ജനറേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്തായിരുന്നു? ഫസ്റ്റ് ജനറേഷൻ അത് നമ്മൾ എന്തുവായിരുന്നു? വാക്വം ട്യൂബ് ബേസ്ഡ് ആയിരുന്നു. ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വാക്വം ട്യൂബ് ബേസ്ഡ് ആണ്. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് നമ്മൾ ട്രാൻസിസ്റ്റർ ആയിരുന്നു. ഓക്കെ, ട്രാൻസിസ്റ്റർ. തേർഡ് എന്താണ്? തേർഡ് ആണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഓക്കെ, ഫോർത്ത് എന്തായിരുന്നു? ഫോർത്ത് മൈക്രോ പ്രോസസ്സർ. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ യൂസ് ചെയ്ത് മൈക്രോ പ്രോസസ്സറാണ്. ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ഇപ്പോഴത്തെ എന്താണ്? ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്താണ് കമ്പ്യൂട്ടർ ബിലോങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എത്രാമത്തെ ജനറേഷൻ ആയിരുന്നു? എത്രാമത്തെ? തേർഡ് ജനറേഷൻ ആയിരുന്നു. ഓക്കെ, തേർഡ് ജനറേഷൻ ആണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഫസ്റ്റ് ജനറേറ്ററിനകത്ത് വാക്യൂം ട്യൂബ് ബേസ്ഡ് ആയിരുന്നു. സെക്കൻഡ് ട്രാൻസിസ്റ്റർ, തേർഡ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഫോർത്ത് മൈക്രോ പ്രോസസ്സർ ആൻഡ് ഫിഫ്ത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 2014? 2014 എക്സിസ്റ്റൻസ് ആയ സ്റ്റേറ്റ് ഏതാണ്? നമുക്കറിയാം, തെലുങ്കാന. തെലുങ്കാന നമ്മുടെ 29th സ്റ്റേറ്റ് ആണ്. ഓക്കെ, നമ്മുടെ 29th സ്റ്റേറ്റ് ആണ് തെലുങ്കാന. എന്നാണ് ഫോം ചെയ്തത്? 2 ജൂൺ 2014 ആണ്. 2 ജൂൺ 2014 തെലുങ്കാന ഫോം ചെയ്തത്. നമ്മുടെ 29th സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ CM ആരാണ് തെലുങ്കാനയുടെ? തെലുങ്കാനയുടെ CM ആരാണ്? കെ ചന്ദ്രശേഖർ റാവു. കെ ചന്ദ്രശേഖർ റാവു. ഗവർണർ ആരാണ്? തമിഴ്സായി സൗന്ദരരാജൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ടോപ്പ് മോസ്റ്റ് സ്കിൻ ലെയർ ദാറ്റ് ഈസ് എക്സ്പോസ്ഡ് ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ്? എപ്പിഡെർമിക്സ്. എപ്പിഡെർമിക്സ് ആണ് ടോപ്പ് മോസ്റ്റ് സ്കിൻ ലെയർ. നമുക്കറിയാം സ്കിന്നിനകത്ത് 3 ലെയർ ആയിട്ടുണ്ട്. ഏതൊക്കെയാണ്? എപ്പിഡെർമിക്സ്, ഡെർമിസ്, നെക്സ്റ്റ് വൺ ഹൈപ്പോഡെർമിക്സ്. ഹയോഡെർമിക്സ്. ഓക്കെ, ഇന്നത്തെ ഈ എപ്പിഡെർമിക്സ് ആണ് ടോപ്പ് മോസ്റ്റ്. ഡെർമിസ് എന്താണ്? മിഡിൽ. ആൻഡ് ഹയോഡെർമിസ് എന്താണ്? ബോട്ടം അല്ലെങ്കിൽ ഫാറ്റി ലെയർ എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ലെയേഴ്സ് ഓഫ് ഹ്യൂമൻ ബോഡി സ്കിന്നിനകത്ത്. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ടോപ്പ് മോസ്റ്റ് സ്കിൻ ലെയർ ആണ്. ടോപ്പ് മോസ്റ്റ് ഏതാണ്? എപ്പിഡെർമിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് സദേൺ ഇന്ത്യ? സദേൺ ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ്? ആനമുടി പീക്കാണ്. ഓക്കെ, ആനമുടി പീക്കാണ് സദേൺ ഇന്ത്യയുടെ ഹയസ്റ്റ് പീക്ക്. നെക്സ്റ്റ് വൺ, ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ നോവൽ ആനന്ദമത്? കണ്ടോ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബങ്കിം ചന്ദ്ര ചതോപ്തായ് അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി തന്നെയാണ് ബങ്കിം ചന്ദ്ര ചതോപ്തായ് എന്ന് പറയുന്നത്. ഓക്കെ, ആനന്ദമത്. കഴിഞ്ഞ ഷിഫ്റ്റിനകത്ത് എന്തുവരെ ചോദിച്ചേ? നമ്മുടെ നാഷണൽ സോങ് ആയ വന്ദേ മാതരം എഴുതിയത് ആരാണെന്നായിരുന്നു ചോദിച്ചത്. അതേ ആരായിരുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, ആ നാഷണൽ സോങ് ആയ വന്ദേ മാതരം ഏത് നോവലിൽ നിന്ന് എടുത്തായിരുന്നു? ആനന്ദമത്. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, കണ്ടോ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കണ്ടോ? നമ്മൾ ആ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ നോവൽ ആനന്ദമത്? ആരാണ്? ബങ്കിം ചന്ദ്ര ചതോപ്തായ് അല്ലെങ്കിൽ ചാറ്റർജി. ഓക്കെ, അപ്പോൾ മനസ്സിലായാലോ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന്. എത്രയാണ് നമ്മുടെ 25 ക്വസ്റ്റ്യൻസ്. ഇത് നമ്മുടെ 6ാമത്തെ ക്ലാസ് ആണ്. ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഇനിയും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങളെല്ലാവരും പഠിക്കണം. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. എന്നും വൈകിട്ട് 7 മണിക്ക് നമ്മുടെ യൂട്യൂബ് അല്ല ടെലിഗ്രാം ചാനലിനകത്ത് ക്വിസ് ഉണ്ട്. നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.